ഹായ് എവരിവൺ, വെൽക്കം ടു ദിശ അക്കാഡമി. എൻ്റെ പേര് ഐശ്വര്യ. അപ്പൊ നമ്മുടെ ഈ വർഷത്തെ SSC എക്സാംസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ സെലക്ഷൻ പോസ്റ്റ് എക്സാം ഇന്നലെ മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ എക്സാം തുടങ്ങിയപ്പോൾ മുതൽ ഒരുപാട് പേര് ഒരുപാട് കംപ്ലൈന്റുകൾ റേസ് ചെയ്യുന്നുണ്ട്. നമ്മൾക്കറിയാം, ഒരുപാട് മാറ്റങ്ങൾ നടന്ന ഒരു വർഷമാണ് ഇത്. നമ്മുടെ SSCയുടെ എക്സാംസ് നോർമലി നടത്തിക്കൊണ്ടിരുന്നത് TCS എന്ന് പറയുന്ന വെണ്ടർ ആയിരുന്നു. ഇപ്പൊ ആ വെണ്ടർ മാറിയിട്ട് എഡിക്വേറ്റ് എന്ന് പറയുന്ന പുതിയൊരു വെണ്ടർ എക്സാം നടത്താൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അതിൻ്റെതായ കുറെ പ്രശ്നങ്ങൾ ഈ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ നേരിട്ടിട്ടുണ്ട്. ഇന്റർഫേസിലടക്കം ഒരുപാട് ചേഞ്ചുകൾ വന്നിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെ ചേഞ്ചുകളും എന്തൊക്കെ ബുദ്ധിമുട്ടുകളുമാണ് വിദ്യാർത്ഥികൾ ഇപ്പൊ ഇന്നലെയും ഇന്നുമായിട്ട് നടന്ന പരീക്ഷകളിൽ നേരിട്ടത്, അതുപോലെ തന്നെ ഇനി ഈ പരീക്ഷ എഴുതാൻ പോകുന്നവർ, സെലക്ഷൻ പോസ്റ്റ് മാത്രമല്ല, ഇതേ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഇതേ ഒരു ബുദ്ധിമുട്ട് ഇനി വരുന്ന CHSL, CGL, അതുപോലെ MTS പരീക്ഷകളിലൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം തിരിച്ച് പെട്ടെന്ന് തന്നെ TCSന്റെ കയ്യിലേക്ക് ഈ എക്സാം തിരിച്ചു കൊടുക്കാനുള്ള ഒരു സാധ്യത നമുക്ക് കാണാൻ പറ്റില്ല. ഇതേ വെണ്ടർ തന്നെയായിരിക്കും വരുന്ന പരീക്ഷകളും നടത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡിഫിക്കൽട്ടീസ് ഒക്കെ ഉണ്ടെങ്കിലും എങ്ങനെ ഗ്രൗണ്ടഡ് ആയിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം, നിങ്ങളുടെ വിജയം മാക്സിമം നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റുന്നുള്ള കാര്യമൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ഡിഫിക്കൽട്ടി ലെവലിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. അതിനുശേഷം കോമൺ ആയിട്ട് കുട്ടികൾ ഫേസ് ചെയ്ത ഡിഫിക്കൽട്ടീസ് പറയുന്നു. അതിനുശേഷം ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാമെന്നുള്ളതും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ ഡിഫിക്കൽട്ടി ലെവലിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം, നമ്മുടെ സെലക്ഷൻ പോസ്റ്റ് ഫേസ് 13 എന്ന് പറയുന്ന പരീക്ഷ 3 ലെവലുകളിലായിട്ടാണ് നടക്കുന്നത്. രാവിലെ തന്നെ മെട്രിക്കുലേഷൻ അല്ലെങ്കിൽ 10th സ്റ്റാൻഡേർഡിൽ ഉള്ള ആൾക്കാർക്ക് പറ്റുന്ന എക്സാം നടന്നു. അതിനുശേഷം ഉച്ചസമയമായപ്പോൾ 12th ലെവൽ എക്സാം, അത് കഴിഞ്ഞ് വൈകിട്ട് ഗ്രാജുവേഷൻ ലെവൽ എക്സാം, ഇങ്ങനെ 3 എക്സാമുകളായിട്ടാണ് സെലക്ഷൻ പോസ്റ്റ് നടന്നത്. അപ്പൊ ഇതിനകത്ത് മെട്രിക്കുലേഷൻ ലെവൽ കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞത് പരീക്ഷ വളരെ എളുപ്പമായി പോയി എന്നുള്ളതായിരുന്നു ഒരു കോമൺ കംപ്ലൈന്റ്. കാരണം TCS എക്സാം നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് തന്നെ പൊതുവിൽ ഉയർന്നു വന്നിരുന്ന ഒരു കംപ്ലൈന്റ് ആയിരുന്നു പരീക്ഷ വളരെ എളുപ്പമാവുന്നു, കട്ട് ഓഫ് വളരെ കൂടുന്നു. 200 ഇപ്പൊ CGL ഒക്കെ ആണെങ്കിൽ 200 150 മുകളിലൊക്കെ കട്ട് ഓഫ് പോകുന്നു. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അതുപോലെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നു. ഒരു 4-5 വർഷത്തെ പ്രീവിയസ് ഇയർ മോക്കുകൾ മാത്രം ചെയ്ത് നോക്കുന്നവർക്ക് പോലും നല്ല സ്കോർ കിട്ടാനുള്ള സാധ്യത കൂടുന്നു. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് മുന്നോട്ട് വന്നിരുന്നത്. അപ്പൊ മെട്രിക്കുലേഷൻ ലെവലിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ട എല്ലാവരും ഒരുപോലെ പറഞ്ഞത് പരീക്ഷ അതിനേക്കാൾ എളുപ്പമായി പോയി, വളരെ എളുപ്പമായി പോയി എന്നുള്ളതാണ്. കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് നന്നാവണമായിരുന്നു. ഇത് പ്രിപ്പയർ ചെയ്യാത്ത ഒരാൾ, കുറച്ചൊരു ജനറൽ നോളജും കുറച്ചൊരു ലോജിക്കും കുറച്ച് മാത്സ് ഒക്കെ അറിയുന്ന, പ്രോപ്പർ ആയിട്ട് പ്രിപ്പയർ ചെയ്യാത്ത ഒരാൾക്ക് പോലും വളരെ നല്ല സ്കോർ കിട്ടാൻ സാധ്യതയുള്ള ഒരു പരീക്ഷയാണ് മെട്രിക്കുലേഷൻ ലെവലിൽ നടന്നതെന്നാണ്. ഓക്കെ, അപ്പോൾ മെട്രിക്കുലേഷൻ ലെവലിലെ പരീക്ഷ എന്ന് പറയുന്നത് ഈസി ആയിരുന്നു. അതിനുശേഷം 12th ലെവലിൽ നടന്ന പരീക്ഷ എന്ന് പറയുന്നത് ഒരു മോഡറേറ്റ് ലെവലിലാണ് ചോദിച്ചത്. അത് കഴിഞ്ഞ് ഡിഗ്രി ലെവൽ, ഗ്രാജുവേഷൻ ലെവൽ എക്സാം എഴുതിയ കുട്ടികൾ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പരീക്ഷ വളരെ ഡിഫിക്കൾട്ട് ആയിരുന്നു എന്നുള്ളതാണ്. ഇതിനകത്തൊരു പോസിറ്റീവ് ട്രെൻഡ് നമുക്ക് കാണാൻ പറ്റുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മെട്രിക്കുലേഷൻ ലെവലിൽ ഒരു പരീക്ഷയുടെ ലെവൽ അനുസരിച്ച് അവർ ഡിഫിക്കൽട്ടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ലെവൽ അനുസരിച്ച് ഡിഫിക്കൽട്ടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു പോസിറ്റീവ് കാര്യമായിട്ട് നമുക്ക് പറയാം. നോർമലി നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പൊ മെട്രിക്കുലേഷൻ ലെവൽ മുതൽ നമ്മുടെ CGL ഗ്രാജുവേഷൻ ലെവൽ വരെയും ഒരേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ പരീക്ഷകൾക്കും ചോദിച്ചു കാണാറ്. അപ്പൊ ഇവിടെ ആ കൃത്യമായ ഒരു ഓർഡർ കൊണ്ടുവരാൻ വേണ്ടി ഇവർ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഗ്രാജുവേഷൻ ലെവൽ എക്സാം വരുന്ന സമയത്ത് നമുക്കറിയാം, പൊതുവിൽ CGLന്റെ ഒക്കെ മെയിൻസിന് മാത്രം ചോദിക്കുന്ന സ്റ്റാറ്റി, മീൻ, അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സിലെ ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ മീൻ, മീഡിയൻ, ആ ഒരു ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ്, ലോഗരിതത്തിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ്, ഇങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇവിടെ ഗ്രാജുവേഷൻ ലെവലിൽ ചോദിച്ചു കണ്ടു എന്ന് പൊതുവിൽ ഒരു കംപ്ലൈന്റ് വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് കുട്ടികൾ അതൊരു പരാതിയായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രോബബിലിറ്റിയിലെ ക്വസ്റ്റ്യൻസ് വന്നു. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാത്സിന്റെ കാര്യത്തിൽ ഗ്രാജുവേഷൻ ലെവലിൽ കുട്ടികൾ പറയുന്നുണ്ടായിരുന്നു. മാത്സ് ഗ്രാജുവേഷൻ ലെവൽ എന്ന് പറയുന്നത് പൊതുവിൽ നമ്മൾ ഇതുവരെ കണ്ടതിനേക്കാളും കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പേപ്പർ തന്നെ ആയിരുന്നു. നമ്മൾ CGLനൊക്കെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് മാത്രം ഇരുന്ന ആൾക്കാർക്ക് ഈ പേപ്പർ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു. അപ്പൊ ഇതിനകത്ത് ആദ്യം പറയുന്നത് ക്വാണ്ടിന്റെ കാര്യം, മാത്സിന്റെ കാര്യം പറയുന്ന സമയത്ത്, ക്വാണ്ട്സിന്റെ കാര്യം പറയുന്ന സമയത്ത് എക്സാം എന്ന് പറയുന്നത് നോർമൽ പാറ്റേണിൽ നിന്നും കുറച്ച് ഡിഫറെന്റ് ആയിരുന്നു.
കുറെ ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ വന്നു. പക്ഷേ ലോഗരിതം വെച്ച് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, പ്രോബബിലിറ്റി എന്നുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത കുറെ ക്വസ്റ്റ്യൻസ് ഇവിടെ കയറി വന്നു എന്നുള്ളതാണ് ഒരു ബുദ്ധിമുട്ടായിട്ട് കുട്ടികൾ പറഞ്ഞു കേട്ടത്. അതുപോലെ തന്നെ GK/GS നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം വന്നിട്ടുണ്ട്, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസും ഇവിടെ കണ്ടിട്ടുണ്ടെന്ന് ഒരുപാട് കുട്ടികൾ പറഞ്ഞു. പൊതുവിൽ SSC എക്സാമുകൾക്ക് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ല. ഓക്കെ, വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറ്. പക്ഷേ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസും എവിടെ കണ്ടു? GK/GS ഗ്രാജുവേഷൻ ലെവലിൽ കുട്ടികൾ കണ്ടു എന്നുള്ളത് ഒരു 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 സർപ്രൈസിങ് ഫാക്ടർ ആയിരുന്നു. വളരെ മുകളിൽ നിന്ന് മാത്രം പഠിച്ചു പോകുന്ന ആൾക്കാർക്ക് ഈ GKയും again വളരെ ഡിഫിക്കൽട്ട് ആയിട്ടാണ് വന്നതെന്നാണ് പറഞ്ഞത്. മാത്രമല്ല ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാനും പറ്റാത്ത രീതിയിലായിരുന്നു. അതായത് രണ്ട് ഓപ്ഷൻസ് ഒക്കെ ഭയങ്കര സിമിലർ ആയിരുന്നു, നമുക്ക് പ്രോപ്പർ ആയിട്ട് എലിമിനേറ്റ് ചെയ്യാൻ പറ്റാത്തത് പോലെ തന്നെ ഡിഗ്രി ലെവലിലെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. GK/GS എന്ന് പറയുന്നുണ്ടായിരുന്നു. റീസണിങ്ങും കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ലെവൽ ഓഫ്, സാധാരണ SSCക്ക് ചോദിക്കുന്ന വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ച് അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഇംഗ്ലീഷ്, വൊക്കാബുലറി, അതുപോലെ തന്നെ ലൈക്ക് ഇറർ സ്പോട്ട് ചെയ്യാൻ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ ചോദിച്ചത്. കോംപ്രിഹെൻഷൻ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റിയത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എക്സാമിന്റെ ഡിഫിക്കൽട്ടിയെ പറ്റി നമുക്ക് മനസ്സിലാക്കാനുള്ളത്. മെട്രിക്കുലേഷൻ ലെവൽ വളരെ ഈസി ആയിരുന്നു, കുറച്ചും കൂടെ ഡിഫിക്കൽട്ട് ആയിരുന്നു 12th. അത് കഴിഞ്ഞ് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പരീക്ഷയായിരുന്നു ഗ്രാജുവേഷൻ ലെവലിൽ നമുക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഇനി മുതൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചാൽ പോരാ. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന, വർഷങ്ങളായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആസ്പിരൻസ് പൊതുവിൽ കാണുന്ന ഒരു രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യത്തെ ഒരു 6 മാസം അല്ലെങ്കിൽ 4 മാസം എടുത്തിട്ട് നമ്മൾ സിലബസ് കവർ ചെയ്യും. സിലബസ് കവർ ചെയ്തതിന് ശേഷം എല്ലാവരും പറയുന്നത് എന്ത് തന്നെയാണ്? നിങ്ങൾ മോക്ക് എടുക്കുക, പ്രീവിയസ് ഇയർ മോക്ക് മാക്സിമം ചെയ്യുക. ഒരു 2020 വരെ മുതലുള്ള 2020 മുതൽ 2024 വരെയുള്ള മോക്കുകൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം സ്കോർ കിട്ടും. അത് ഒരു പരിധി വരെ സത്യമായിട്ടുള്ള കാര്യം തന്നെ ആയിരുന്നു. ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്തിരുന്ന വിദ്യാർത്ഥികൾ അങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇനി നമ്മൾ അങ്ങനെ മാത്രം ചെയ്താൽ പോരാന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അത് നിങ്ങളുടെ മനസ്സിൽ തന്നെ വേണം. നിങ്ങൾ എന്ത് ചെയ്യണം? കോൺസെപ്റ്റുകൾ സ്ട്രോങ് ആക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യണം, ചെയ്ത് തന്നെ പോകണം. പക്ഷെ എന്നാലും കോൺസെപ്റ്റ്സ് ക്ലിയർ ആക്കുക എന്നുള്ളൊരു കാര്യം കൂടെ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവണം. പ്രിപ്പറേഷൻ സ്ട്രാറ്റജി നമുക്ക് അവസാനം ഡീറ്റെയിൽ ആയിട്ട് എന്തായാലും ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇങ്ങനെയാണ് പരീക്ഷയുടെ ലെവൽ വന്നത്. അപ്പൊ ഇതിനകത്ത് ഒരു സജഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെട്രിക്കുലേഷൻ ലെവലിലെ പരീക്ഷ കുറച്ചും കൂടെ എങ്കിലും ഡിഫിക്കൽട്ട് ആവണം. ഭയങ്കര ബുദ്ധിമുട്ടെന്നല്ല, ഈ ഒരു പാറ്റേൺ, ഈ ഒരു ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണെങ്കിലും മെട്രിക്കുലേഷൻ ലെവലിലേക്കുള്ള പരീക്ഷ കുറച്ചും കൂടെ എങ്കിലും ഡിഫിക്കൽട്ട് ആയാൽ മാത്രമേ ആ പരീക്ഷയുടെ ഒരു സ്റ്റാൻഡേർഡ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ളതാണ്. ഇനി ഡിഫിക്കൽട്ടി ലെവൽ അല്ലാതെ തന്നെ വെൻഡർ ചേഞ്ച് ചെയ്തത് കൊണ്ട് കുട്ടികൾ മറ്റൊരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. TCS വളരെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടിരുന്ന ഒരു പരീക്ഷയാണിത്. പരീക്ഷ എഴുതിയിട്ടുള്ളവർക്കറിയാം, സെക്യൂരിറ്റിയുടെ കാര്യത്തിലായാലും നമ്മുടെ ഹോൾ ടിക്കറ്റ്, അതല്ലെങ്കിൽ നമ്മുടെ സെന്റർ അലോട്ട് ചെയ്യുന്നത്, സെന്ററുകളിലുള്ള ഒരു അമ്യൂണിറ്റീസിന്റെ ക്വാളിറ്റി, ഇതെല്ലാം തന്നെ വളരെ സ്ട്രോങ് ആയിരുന്നു TCS നടത്തിക്കൊണ്ടിരുന്ന സമയത്ത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, പുതിയ വെൻഡർ വന്നു. ഈ വെൻഡർ നമുക്കറിയാം, TCS എന്ന് പറയുമ്പോൾ ടാറ്റ ഗ്രൂപ്പിന്റെ ആണ്. അവർക്ക് ഒരുപാട് സെന്റേഴ്സുമായിട്ട് നല്ല ടൈപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ ഇവരങ്ങനെയല്ല, പുതിയ ആൾക്കാരാണ്. ഇവർക്ക് കൂടുതൽ സെന്റേഴ്സ് പെട്ടെന്ന് തന്നെ കിട്ടിയാൽ നല്ലത്. പക്ഷെ ഇവർക്ക് എന്തുണ്ട്? സെന്റേഴ്സിന്റെ കുറവ് പൊതുവിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് അവൈലബിൾ ആയിട്ടുള്ള സെന്റേഴ്സിലും ഫെസിലിറ്റീസ് ഭയങ്കര കുറവായിരുന്നു. അപ്പൊ അത് കുട്ടികൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ആ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? അല്ലെങ്കിൽ നിങ്ങൾ ഇനി എക്സാം എഴുതാൻ പോകുമ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ പാനിക് ആവാൻ പാടില്ല. അതുകൊണ്ടാണ് കൃത്യമായിട്ട് ഇന്ന പ്രശ്നങ്ങൾ ഇപ്പൊ കുട്ടികൾ ഫേസ് ചെയ്തിട്ടുണ്ട്. ഇനി വരുന്ന പരീക്ഷകളിൽ ചിലപ്പോൾ നിങ്ങൾ അത് ഫേസ് ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന് നമ്മൾ പറഞ്ഞു തരുന്നത്. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും വന്നാലും നിങ്ങൾ പേടിക്കാതെ നിങ്ങൾ പരീക്ഷ എഴുതി കംപ്ലീറ്റ് ചെയ്യാന്നുള്ളതാണ്. ഒരു കോമൺ ഇഷ്യൂ ആണ്. അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ഫ്രണ്ടിൽ നമുക്ക് ഇനി ചെയ്യാനുള്ള കാര്യം. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എക്സാം ക്യാൻസലേഷൻസും റീസ്കെഡ്യൂളിങ്ങും ആണ്. പല സെന്ററുകളിലും എക്സാംസ് ക്യാൻസൽ ആയിട്ടുണ്ട്. 5:30 തുടങ്ങേണ്ട പരീക്ഷ 5:40 സ്റ്റാർട്ട് ചെയ്ത കേസുകൾ പല സ്ഥലത്തും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ സാധാരണഗതിയിൽ SSCയുടെ പരീക്ഷയുടെ കാര്യത്തിൽ ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളാണ്. ഫോർ എക്സാമ്പിൾ പറയുന്നത്, പവൻഗംഗ എഡ്യൂക്കേഷണൽ സെന്റർ 2ലും അതുപോലെ തന്നെ എഡ്യൂക്കാസ ഇന്റർനാഷണൽ ഹുബ്ലിയിലും എല്ലാം തന്നെ എക്സാം റീസ്കെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന എക്സാം ക്യാൻസൽ ചെയ്തിട്ട് റീസ്കെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കുട്ടികൾ അനുഭവിച്ച ഒരു പ്രശ്നമാണ്. ഇതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ടെക്നിക്കൽ ഇഷ്യൂസ് തന്നെയാണ് കേട്ടോ. ടെക്നിക്കൽ ഇഷ്യൂസ് തന്നെയാണ് ആ സെന്റേഴ്സിൽ ഇവർ ഫേസ് ചെയ്ത ടെക്നിക്കൽ ഇഷ്യൂസ് തന്നെയാണ് ഇതിന്റെ ഒരു മെയിൻ കാര്യമായിട്ട് പറയുന്നത്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് സെന്റേഴ്സ് ഇവർക്ക് അവൈലബിൾ അല്ലാത്തത് കൊണ്ട്
അവൈലബിൾ ആയിട്ടുള്ള സെന്റേഴ്സിൽ തന്നെയാണ് മാക്സിമം പരീക്ഷ നടത്താൻ നോക്കിയത്. ഈ സെന്റേഴ്സും പ്രോപ്പർലി എക്യുപ്പൈഡ് അല്ലായിരുന്നു. ഓക്കെ, നോർമലി നമ്മുടെ SSC എക്സാംസ് നടത്തുന്ന സെന്റേഴ്സിന്റെ അത്രയും എക്യുപ്പൈഡ് അല്ലാത്ത സെന്റേഴ്സ് ആയിരുന്നു ഇപ്പൊ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ ഒരു പ്രശ്നമാണ് ഈ ക്യാൻസലേഷൻസിലേക്ക് ലീഡ് ചെയ്തത്. രണ്ടാമത് വളരെ കോമൺ ആയിട്ട് കാണുന്ന മറ്റൊരു പ്രശ്നമാണ് ഡിസ്റ്റൻസ്, അതുപോലെ തന്നെ എക്സാം സിറ്റി ഇന്റിമേഷൻ. അപ്പം നോർമലി SSC എക്സാംസ് നടന്നുകൊണ്ടിരുന്ന ഓൾമോസ്റ്റ് നമ്മുടെ എല്ലാ ഡിസ്ട്രിക്റ്റിലും ഉണ്ടായിരുന്നു. ഇപ്പൊ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ തന്നെ ട്രിവാൻഡ്രത്തുണ്ട്, കൊല്ലത്തുണ്ട്, അങ്ങനെ എല്ലാ സ്ഥലത്തും നമുക്ക് എക്സാം സെന്റേഴ്സ് ഉണ്ടായിരുന്നു. നമ്മൾ അപ്ലൈ ചെയ്യുന്നവർക്ക് തന്നെ നമുക്കിപ്പോൾ രാവിലെ പോയിട്ട് പരീക്ഷ എഴുതിയിട്ട് തിരിച്ചു വരാൻ പറ്റുന്ന ദൂരത്തിൽ തന്നെ നമുക്ക് സെന്റേഴ്സ് അവൈലബിൾ ആയിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ട്രിവാൻഡ്രത്ത് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷങ്ങളൊക്കെ 2 സെന്റേഴ്സ് ആണ് ഉണ്ടായിരുന്നത്. ഈ വർഷവും 2 സെന്റർ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ കൊല്ലത്ത് അപ്ലൈ ചെയ്യുന്ന ആൾക്ക് കൊല്ലത്ത് ഇവർക്ക് സെന്റേഴ്സ് ഇല്ല. അപ്പൊ അവർക്ക് നേരെ മംഗലാപുരം, ഉടുപ്പി ഇങ്ങനത്തെ സ്ഥലങ്ങളിലേക്കൊക്കെ സെന്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു കുട്ടി പരീക്ഷ എഴുതണമെങ്കിൽ മിനിമം ഒരു 100 കിലോമീറ്റർ മുതൽ 500 കിലോമീറ്റർ വരെയൊക്കെ ട്രാവൽ ചെയ്ത് പോവേണ്ട ഒരവസ്ഥ ഇപ്പോൾ വന്നിട്ടുണ്ട്. അത് SSC എക്സാംസ് എഴുതുന്നവർക്ക് പൊതുവിൽ ഇല്ലാതിരുന്ന ഒരു ബുദ്ധിമുട്ടാണ്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന സ്ഥലത്ത് തന്നെ നമുക്ക് പൊതുവിൽ എക്സാം സെന്റേഴ്സ് കിട്ടാറുണ്ട്. അപ്പൊ ഇതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ട്രാവൽ ചെയ്ത് പോകുന്ന ബുദ്ധിമുട്ട്, അവിടെ അക്കോമഡേഷൻ, ഫുഡ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് എക്സ്ട്രാ എക്സ്പെൻസ് ആവുന്നു എന്നുള്ളത് ഒരു പ്രശ്നമാണ്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ട്രാവൽ ചെയ്ത് അവിടെ പോകുന്ന സമയത്താണ് പരീക്ഷ ക്യാൻസൽ ആയോ, അവിടെ നടക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ അറിയുന്നത്. അത് രണ്ടാമത്തെ ബുദ്ധിമുട്ടാണ്. ഒരുപാട് കുട്ടികൾ നമ്മൾ പോണോ വേണ്ടയോ എന്ന് പോലും ചിന്തിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് മറ്റൊരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹോൾ ടിക്കറ്റ് വന്ന സമയത്ത് എക്സാം സിറ്റി അതിൽ പ്രോപ്പർ ആയിട്ട് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ എക്സാം സെന്റർ കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എക്സാം ഹോൾ ടിക്കറ്റ് വരുന്ന കൂട്ടത്തിലാണ് ഇവൻ സിറ്റി ഇന്റിമേഷൻ പോലും വന്നിട്ടുള്ളത്. നോർമലി SSC പരീക്ഷയാണെങ്കിൽ എക്സാമിന് 10 ദിവസം മുന്നേ തന്നെ ഇന്ന സിറ്റിയിൽ വെച്ചായിരിക്കും നിങ്ങൾക്ക് എക്സാം എന്ന് കൃത്യമായിട്ട് അവർ പറയും. ഒരു 4 ദിവസം മുന്നേ ഹോൾ ടിക്കറ്റ് വരും. ഈ ഒരു രീതിയിലാണ് പൊക്കോണ്ടിരുന്നത്. അപ്പൊ നമുക്ക് അഥവാ ട്രാവൽ ചെയ്യണമെങ്കിൽ പോലും നോർമലി എക്സാം അപ്ലൈ ചെയ്യുന്ന എല്ലാവർക്കും അവരവരുടെ സിറ്റി തന്നെ എക്സാം കിട്ടുമായിരുന്നു. ഇനി അഥവാ ട്രാവൽ ചെയ്യണമെങ്കിൽ പോലും നമുക്ക് അതനുസരിച്ച് പ്ലാൻ ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം 1-2 ദിവസങ്ങൾക്ക് മുന്നേ ഒക്കെ ഹോൾ ടിക്കറ്റ് കിട്ടിയത് കൊണ്ട് ഇത്ര ദൂരെ ട്രാവൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി ടിക്കറ്റ്സ് കിട്ടണം, അങ്ങനത്തെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഒരുപാട് കുട്ടികൾക്ക് ഉണ്ടായിരുന്നു. പല കുട്ടികൾക്കും എക്സാം സെന്ററിലേക്ക് എത്തിപ്പെടാനുള്ള ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു. ഇനി ട്രാവൽ ചെയ്തിപ്പോൾ മംഗലാപുരത്താണെങ്കിൽ മംഗലാപുരത്ത് പോകുമ്പോൾ നമ്മുടെ ഹോൾ ടിക്കറ്റ് അത് ഏത് സെന്റർ ആണെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ ട്രാവൽ ചെയ്ത് എത്തിയതിന് ശേഷമൊക്കെയാണ് സെന്റർ പറയുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ദൂരെയാണെങ്കിൽ നമ്മൾ ട്രാവൽ ചെയ്ത് അവിടെ പോയിട്ട് നമ്മുടെ എക്സാം സെന്റർ എവിടെയാണോ ആ സെന്ററിന് അടുത്തുള്ളൊരു സ്ഥലത്തായിരിക്കും നമ്മൾ നോർമലി താമസിക്കുക, നമുക്ക് എക്സാം സെന്ററിലേക്ക് പിറ്റേ ദിവസം രാവിലെ എത്താനുള്ളൊരു സൗകര്യത്തിന് വേണ്ടിയിട്ട്. പക്ഷെ ഇവിടെ എക്സാം സെന്റർ ഏതാണെന്ന് 2 ദിവസം മുന്നേ പോലും മെൻഷൻ ചെയ്യാത്ത ഒരു സിറ്റുവേഷൻ ഉള്ളതും കുട്ടികൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി. അപ്പോൾ ഒരുപാട് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് പോയി പരീക്ഷ എഴുതേണ്ടി വരിക. അതുപോലെ തന്നെ എക്സാം സിറ്റി ഇന്റിമേഷൻ എന്ന് പറയുന്നത് വളരെ ലേറ്റ് ആയിട്ട് കിട്ടുക എന്ന് പറയുന്ന 2 പ്രശ്നങ്ങൾ കുട്ടികളെ വളരെയധികം എക്സാം എഴുതണോ വേണ്ടേ എന്നുള്ളൊരു അവസ്ഥയിൽ കൊണ്ടെത്തിച്ച വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആയിരുന്നു. ഇനി വരുന്ന പരീക്ഷകൾക്കും ചിലപ്പോൾ ഇപ്പൊ ഒരുപാട് പേര് മൂവ് ചെയ്യുന്നുണ്ട് ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട്. നമ്മളും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് SSC ആണ് ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. ഇപ്പൊ SSC ആണ് ഈ കാര്യങ്ങൾ ഡിസിഷൻ എടുക്കേണ്ടത്. ഈ എക്സാം നടത്തുന്ന ആൾക്കാർ SSC ആണ്. അപ്പോൾ നമ്മൾ നമ്മുടെ പ്രശ്നങ്ങൾ SSCയോടാണ് പറയേണ്ടത്. അപ്പൊ ഞങ്ങളെ കൊണ്ട് പറ്റുന്നത് പോലെ മെയിൽസ് അയക്കുന്നുണ്ട്, കംപ്ലൈൻറ്റ്സ് ഫയൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കും അതൊക്കെ ചെയ്യാവുന്നതാണ്. മാക്സിമം ഇത് കാണുന്ന ആൾക്കാർ SSCയുടെ ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് വിളിച്ചിട്ടോ അല്ലെങ്കിൽ അവരുടെ മെയിൽ ID മെയിൽ ചെയ്തിട്ടോ ഒക്കെ നിങ്ങൾ എക്സാം എഴുതുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അറിയിക്കുക. മാക്സിമം ആൾക്കാർ അറിയിച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ മാക്സിമം കുട്ടികൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് അവരറിഞ്ഞാൽ മാത്രമേ ഇതിന് എത്രയും പെട്ടെന്നൊരു സൊല്യൂഷൻ ഉണ്ടാവത്തുള്ളൂ. ഉടനെ തന്നെ എഡ്യൂക്കേറ്ററിൽ നിന്ന് മാറ്റിയെടുത്ത് TCSന് എക്സാം കൊടുക്കാനുള്ള സാധ്യതയൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഈ വർഷത്തെ ഒട്ടുമിക്ക എല്ലാ പരീക്ഷകളും തന്നെ എഡ്യൂക്കേറ്ററി ആയിരിക്കും നടത്തുന്നത്. പക്ഷെ എന്നാലും കുറച്ചും കൂടെ നല്ല സെന്റേഴ്സ് കിട്ടാൻ, അല്ലെങ്കിൽ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ഈ ബുദ്ധിമുട്ടുകൾ വരുന്ന കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുട്ടികൾ ഫോക്കസ് ചെയ്യുന്ന CHSL, CGL തുടങ്ങിയ പരീക്ഷകൾക്ക് മുന്നേ ഒക്കെ ഈ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ എടുക്കുന്ന ആക്ഷൻസ് മാക്സിമം നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ അത് നിങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. ഓക്കെ, അപ്പൊ ഡിസ്റ്റൻസും എക്സാം സിറ്റി ഇന്റിമേഷനും ഒരു പ്രശ്നമായിരുന്നു. അതിനുശേഷം ഏറ്റവും കൂടുതൽ കുട്ടികൾ ഫേസ് ചെയ്ത ഒരു പ്രശ്നമാണ് ഇന്റർഫേസിൽ ഉണ്ടാകുന്ന ലാഗ് ഇഷ്യൂസ്. അപ്പൊ നമ്മൾ പറഞ്ഞു എക്സാമിന്റെ ഇന്റർഫേസ് പുതിയതായിരുന്നു, പുതിയൊരു രീതിയിലാണ് മൊത്തം സെറ്റപ്പും വന്നിരിക്കുന്നത്. മുന്നേ നമുക്ക് റൈറ്റ് സൈഡിൽ കണ്ടിരുന്ന ക്വസ്റ്റ്യൻ പാലറ്റ് ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് പോയി.
ടോപ്പിൽ ചെറുതായിട്ട് വന്നിരുന്ന ടൈം സെന്ററിലേക്ക് വന്നു. കുറെ നല്ല കാര്യങ്ങളാണ് നടന്നത്. പക്ഷേ ഈ പുതിയ ഇന്റർഫേസിലേക്ക് വന്നപ്പോൾ ഒരു ഓവറോൾ ലാഗ് ഉണ്ടായി എന്നുള്ളതാണ് കോമൺ ആയിട്ട് പറയുന്ന പ്രശ്നം. അപ്പൊ ഈ പുതിയ ഇന്റർഫേസിലേക്ക് വന്നപ്പോൾ കുട്ടികൾ ഫേസ് ചെയ്ത ഇഷ്യൂസ് എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം ക്വസ്റ്റ്യൻ ലോഡിങ് ലാഗ് ആവുക എന്നുള്ളതാണ്. അതായത് നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്ന സമയത്ത് 3 to 5 seconds ഒരു ലോഡിങ് ടൈം എടുക്കുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റി. എക്സ്പെഷ്യലി എക്സാം തുടങ്ങുന്ന സമയത്ത് ആദ്യത്തെ ഒരു 10-15 ക്വസ്റ്റ്യൻസിനൊക്കെ 3 to 5 seconds വരെ ലാഗ് ഉണ്ടായി. അപ്പൊ നിങ്ങൾ വിചാരിക്കുമ്പോൾ 3 seconds അല്ലേ, എക്സാമിനെ പറ്റി ക്ലിയർ ആയിട്ട് അറിയാത്ത ഒരാൾ വിചാരിക്കും 3 seconds അല്ലേ ലാഗ് ഉണ്ടായുള്ളൂ എന്ന്. പക്ഷേ ഈ പരീക്ഷ എന്ന് പറയുന്നത് സെക്കൻഡ്സിന് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു പരീക്ഷയാണ്, ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പരീക്ഷയാണ്. ബിക്കോസ് നമുക്കറിയാം ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ നമുക്ക് 1 minute പോലും സമയമില്ല അല്ലേ. ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ നമുക്ക് 1 minute പോലും സമയമില്ല. നമുക്ക് 60 minutes 100 questions ആണ് ആൻസർ ചെയ്യേണ്ടത് നമ്മുടെ CGL പാറ്റേണിലൊക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ടൈം ലോസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടികൾ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആസ്പിറൻസ് വളരെയധികം വറീഡ് ആയ ഒരു ഇഷ്യൂ ആണിത്. രണ്ടാമത്തേത്, പരീക്ഷയുടെ ഇടയിൽ ഇന്റർഫേസ് ഫ്രീസ് ആയി പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അതായത് ഒരുപാട് കുട്ടികൾ സ്ക്രീന് എക്സാമിന്റെ പകുതിയായപ്പോൾ ഫ്രീസ് ആയി പോകുന്ന ഒരു ഇഷ്യൂ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇൻവിജിലേറ്റർ വരികയും എക്സാം റീസ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യേണ്ട സിറ്റുവേഷൻസ് പല കുട്ടികൾക്കും വന്നിട്ടുണ്ട്. മൂന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് സ്ലോ നാവിഗേഷൻ ആണ്. അതായത് 2 ക്വസ്റ്റ്യൻസിന്റെ ഇടയിൽ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് നെക്സ്റ്റ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് 2-3 പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ 5-6 പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക, ഒരുപാട് സമയം വെയിറ്റ് ചെയ്യുക, സേവ് ആൻഡ് നെക്സ്റ്റ് ഓപ്ഷൻ പെട്ടെന്ന് ക്ലിക്ക് ആവാതിരിക്കുക, ഇങ്ങനത്തെ പ്രശ്നങ്ങൾ, മൗസിന്റെ പ്രശ്നമൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് മാർക്ക്ഡ് ആൻസേഴ്സ് സേവ് ചെയ്യപ്പെടാത്ത ഒരു സിറ്റുവേഷനും കുറച്ച് കുട്ടികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ഇന്റർഫേസ് മാറിയത് പ്രമാണിച്ചിട്ട് നമ്മൾ ഓവറോൾ എക്സാമിന്റെ ഒരു ഇതിൽ ലാഗ് കാണാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ടെക്നിക്കൽ ഇഷ്യൂസും എല്ലാ സ്ഥലത്തും ഉണ്ടായിരുന്നു അല്ലെ. അതും മെയിൻ ആയിട്ട് വെണ്ടർ ചേഞ്ച് കൊണ്ട് തന്നെയാണ് ഈ ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടായത്. അപ്പം സ്റ്റുഡൻസ് മൾട്ടിപ്പിൾ ഇഷ്യൂസ് ഇപ്പൊ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് മെയിൻ ആയിട്ട് പറയുന്നത് മാൾ ഫങ്ഷൻസ് ആണ്. എക്സാം സെന്റേഴ്സിലുള്ള മാൾ ഫങ്ഷൻസ് ആണ് മെയിൻ ആയിട്ട്. നമ്മുടെ നോർമലി SSC എക്സാം നടക്കുന്ന സെന്റേഴ്സിൽ, TCSന്റെ സെന്റേഴ്സിലെല്ലാം തന്നെ സ്റ്റാഫുകൾ വെൽ ട്രെയിൻഡ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇവർക്ക് തന്നെ എക്സാം എങ്ങനെയാണ് നടത്തേണ്ടെന്നൊരു തിരിവാട് കിട്ടാത്ത അവസ്ഥയാണെന്നാണ് പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരുപാട് കുട്ടികൾ പറഞ്ഞു അവർക്ക് കൃത്യമായിട്ട് അറിയില്ല ഫോട്ടോ കൊണ്ടുപോകണോ, എത്ര ഫോട്ടോ വേണം. കുട്ടികളോടാണ് ചോദിക്കുന്നത് നിങ്ങൾ എത്ര ഫോട്ടോ കൊണ്ടുവന്നെന്ന്. അതുപോലെ തന്നെ പല സെന്റേഴ്സിലും ഓർണമെന്റ്സിന്റെ കാര്യത്തിൽ നമുക്കറിയാം ഒരു നോസ് പിന്ന് പോലും ഇട്ടുകൊണ്ട് കയറാൻ സമ്മതിക്കാറില്ല SSC പരീക്ഷകൾക്ക്. പക്ഷേ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എക്സാം സെന്ററുകളിൽ നമ്മുടെ ലഗേജ് ഒക്കെ സൂക്ഷിക്കാൻ സ്ഥലമില്ലാത്ത അവസ്ഥയുണ്ടായിരുന്നു. റെസ്റ്റ് റൂമിന്റെ ബുദ്ധിമുട്ടുകളുള്ള സെന്റേഴ്സ് ഉണ്ടായിരുന്നു. പൊതുവിൽ തന്നെ വളരെ ചെറിയ സെന്റേഴ്സിലായിരുന്നു പരീക്ഷ നടന്നതെന്നുള്ളതൊരു ബുദ്ധിമുട്ടായിരുന്നു. അതുപോലെ തന്നെ നോർമലി ഉള്ള ഇഷ്യൂസ്, ഈ ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം തന്നെ നമ്മൾ പറഞ്ഞു ആദ്യം ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ 1-2 സ്ഥലങ്ങളിൽ എക്സാം ക്യാൻസൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, റീസ്കെഡ്യൂൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇതെല്ലാം തന്നെ പൊതുവിന് കുട്ടികൾക്ക് വളരെ മാനസികമായിട്ടുള്ള സ്ട്രെസ് പ്രൊവൈഡ് ചെയ്ത സിറ്റുവേഷൻസ് ആണെന്നുള്ള കാര്യം കൂടെ നമ്മൾ ഓർക്കേണ്ടതാണ്. ഓക്കെ, അടുത്ത് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ് ഇഷ്യൂ ആയിട്ടുള്ള സിറ്റി ഇന്റിമേഷൻ ആണ്. നമ്മളത് ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്. എന്താണ് സിറ്റി ഇന്റിമേഷൻ വന്നത് 1 to 2 days ബിഫോർ എക്സാമിനേഷൻ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് കുട്ടികൾക്ക് യാത്ര പ്ലാൻ ചെയ്യാൻ, അവരുടെ അക്കോമഡേഷൻ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ഓൾട്ടർനേറ്റീവ് അറേഞ്ച്മെന്റ് ഉണ്ടാക്കാനൊന്നുമുള്ള ഒരു സമയം കിട്ടിയില്ല എന്നുള്ളതാണ്. അതും ഒരിക്കലും SSCയുടെ ഭാഗത്ത്, അതായത് TCS എക്സാം നടത്തിയിരുന്ന സമയത്ത് ഫേസ് ചെയ്യാതിരുന്ന ഒരു എക്സാം ആയിരുന്നു. പിന്നെ സെക്യൂരിറ്റി ഫെയിലിയർ ആണ് അടുത്ത പ്രശ്നം എന്ന് പറയുന്നത്. അത് വളരെ, പ്രത്യേകിച്ച് AI ഒക്കെ ഒരു കാലഘട്ടത്തിൽ സെക്യൂരിറ്റി ഫെയിലിയർ എന്ന് പറയുന്നത് വളരെ വലിയൊരു പ്രശ്നമാണ്. അത് നമുക്ക് മനസ്സിലാവും. TCS എക്സാം നടത്തിയിരുന്ന സമയത്ത് സെക്യൂരിറ്റി സിസ്റ്റം വാസ് ടു ഗുഡ്. നമ്മളെ പ്രോപ്പറായിട്ട് നമ്മൾ പറഞ്ഞ പോലെ ഒരു പിന്നോ ഒരു സ്ലൈഡോ പോലും നമുക്ക് എക്സാം സെന്ററിലേക്ക് കയറ്റാൻ പറ്റാത്തൊരു സമയമായിരുന്നു. ഒരേ സമയത്ത് നമ്മൾ എക്സാം സെന്ററിലേക്ക് എത്തുന്നു. ആ ഗേറ്റ് ക്ലോസിംഗ് ടൈം കഴിഞ്ഞ് 1 minute ആയാൽ പോലും ഒരു കുട്ടികളെയും അകത്തേക്ക് കയറ്റുന്നില്ല. അതുപോലെ തന്നെ എക്സാം കഴിഞ്ഞതിന് ശേഷം ബയോമെട്രിക് സിസ്റ്റംസ് അതെല്ലാം ചെയ്തതിന് ശേഷം ഒന്നിച്ച് നമ്മളെ പുറത്തേക്ക് വിടുന്നു. അങ്ങനത്തെ ഒരു സിസ്റ്റം വളരെ നീറ്റ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. പക്ഷെ അതെല്ലാം ഇപ്പോൾ ഓൾമോസ്റ്റ് കൊളാപ്സ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. പുതിയ സെന്റേഴ്സിലുള്ള ഇൻവിജിലേറ്റേഴ്സിന് പോലും എക്സാം എങ്ങനെയാണ് നടത്തേണ്ടതെന്നുള്ള കൃത്യമായ ഒരു ഗൈഡൻസോ ട്രെയിനിങ്ങോ ഒന്നും കിട്ടിയിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഇവർക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നും ഇല്ല എന്നാണ് മെജോറിറ്റി ഓഫ് ദ കുട്ടികളും കംപ്ലൈന്റ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിനകത്ത് ഒന്നാമത്തേന്ന് പറയുന്നത്
ബയോമെട്രിക് വെരിഫിക്കേഷനിലുള്ള ഇറേഴ്സ് ആണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫ്രിസ്കിങ്ങും ID ചെക്കിങ്ങും ഒക്കെ വളരെ വീക്കായിട്ട് അത്ര അവര് ശ്രദ്ധിച്ചല്ല ചെയ്യുന്നുള്ളൊരു കംപ്ലൈന്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹോളുകളിലൊക്കെ വളരെ പുവർ മോണിറ്ററിങ് ആയിരുന്നു. അതായത് നമ്മുടെ ഇൻവിജിലേറ്റേഴ്സ് നല്ലോണം ട്രെയിൻഡ് അല്ലായിരുന്നു. അതുപോലെ തന്നെ സൗണ്ട് ഒരുപാട് ആൾക്കാരിൽ നിന്ന് സംസാരിക്കുക, ആ ഒരു എക്സാം എഴുതുമ്പോൾ ഒരു പീസ് ഓഫ് മൈൻഡ് അല്ലെങ്കിൽ ആ ഒരു മൂഡിലേക്ക് പോലും നമുക്ക് വരാൻ പറ്റാത്ത രീതിയിൽ ആൾക്കാർ വളരെ സൗണ്ട് ഒക്കെ ഉണ്ടാക്കുക. പല സ്ഥലത്തും ഫാൻ കറങ്ങുന്നില്ലായിരുന്നു. അതുപോലെ തന്നെ സിസ്റ്റംസ് ഉള്ള ക്യാബിൻസ് വളരെ ഷോർട്ട് ആയിരുന്നു. പെന്നുകൾ പ്രോപ്പർലി വർക്കിംഗ് അല്ലായിരുന്നു. വർക്കൗട്ട് പേപ്പേഴ്സ്, ആവശ്യത്തിന് പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി കൊടുത്തില്ല. ഇങ്ങനെയുള്ള വാട്ടറിന്റെ അവൈലബിലിറ്റി, ബാത്റൂമിന്റെ അവൈലബിലിറ്റി, ഇങ്ങനെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യത്തിലും ഒരു സിസ്റ്റം ഫെയിലിയർ നമുക്ക് കാണാൻ പറ്റിയെന്നാണ് മെജോറിറ്റി ഓഫ് ദ കുട്ടികളുടെയും അഭിപ്രായം. അപൂർവം ചില സെന്റേഴ്സിൽ വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ പോയെന്നും കുറച്ച് കുട്ടികൾ നമ്മളെ അറിയിച്ചിട്ടുണ്ട്. പക്ഷെ മെജോറിറ്റി ഓഫ് ദ സെന്റേഴ്സിലും ഇത് തന്നെ ആയിരുന്നു കുട്ടികളുടെ അവസ്ഥ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ നമ്മുടെ പേഴ്സണൽ ബിലോങ്ങിങ്സും, ബാഗ്, ഉറപ്പായിട്ട് മൊബൈൽ ഫോൺസ് കാണും. അതുപോലെ ഈ എക്സാമിന് ഓർണമെന്റ്സ് ഇടാൻ പാടില്ല എന്നറിയാതെ പോയ കുട്ടികൾ ചിലപ്പോൾ ഓർണമെന്റ്സ് മാറ്റുന്നുണ്ടാവും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊന്നും സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രോപ്പർ അറേഞ്ച്മെന്റ് പല സെന്റേഴ്സിലും ഇല്ല എന്നുള്ളത് ഒരു വലിയ കംപ്ലൈന്റ് ആയിരുന്നു. അപ്പൊ പിന്നെ ടെക്നിക്കൽ പ്രോബ്ലംസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സെർവർ ഇഷ്യൂ വന്നിട്ടുണ്ട്. മൗസിന്റെ പ്രശ്നം വളരെ കോമൺ ആയിട്ട് എല്ലാ സ്ഥലത്തും പറഞ്ഞൊരു കാര്യമാണ്. അതുപോലെ തന്നെ പല സെന്റേഴ്സിലും പവർ കട്ട് പോലും ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഇഷ്യൂസ് എല്ലാം ഈ കുട്ടികൾ ഫേസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ സെലക്ഷൻ പോസ്റ്റ് എക്സാം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് കുട്ടികൾ വലിയൊരു എക്സ്പെക്ടേഷൻ വെക്കുന്ന പരീക്ഷയല്ല. അത് മോശം പരീക്ഷയാണെന്നല്ല, ഒരുപാട് നല്ല പോസ്റ്റുകൾ വരുന്ന പരീക്ഷയാണ്. പക്ഷെ മെജോറിറ്റി ഓഫ് ദ കുട്ടികളും MTS, CHSL, CGL ഒക്കെ വിചാരിച്ച് പഠിക്കുന്ന കുട്ടികളാണ്. അപ്പൊ ആ പരീക്ഷകൾക്കും ചിലപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങളുടെ പ്രിപ്പറേഷൻ എങ്ങനെ കൊണ്ടുപോകണമെന്നാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. നിങ്ങൾ എങ്ങനെ പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം നിങ്ങൾ അടുത്ത പരീക്ഷകൾ വരുമ്പോൾ. ഒന്നാമത്തെ കാര്യം, നമ്മൾ എല്ലാവരും, എല്ലാ ടീച്ചേഴ്സ്, എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാവരും തന്നെ നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ SSCയെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. നിങ്ങളും നിങ്ങളെ കൊണ്ട് പറ്റുന്നത് പോലെ തന്നെ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് കിട്ടും, ഹെൽപ്പ് ഡെസ്കിന്റെ നമ്പർ കിട്ടും. നിങ്ങൾ അങ്ങോട്ടേക്കൊക്കെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. മാക്സിമം ആൾക്കാർ റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് ഇതിനൊരു ആക്ഷൻ ഉണ്ടാവുക എന്നുള്ളതാണ് ഇതിനകത്തെ ഫസ്റ്റ് കാര്യം. അപ്പോൾ അത് നമ്മൾ ആദ്യം ചെയ്യണം. അപ്പൊ ചിലപ്പോൾ ഇനി വരുന്ന പരീക്ഷകൾക്ക് കുറച്ചും കൂടെ സെന്റേഴ്സ് വരാനൊക്കെ ഉള്ളൊരു സാധ്യതയുണ്ട്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. അതായത് ചിലപ്പോൾ ഞാൻ ട്രാവൽ ചെയ്ത് പോയി പരീക്ഷ എഴുതേണ്ടി വരുമായിരിക്കാം. ഓക്കെ, അങ്ങനെയുള്ള ഒരു കാര്യത്തിന് നിങ്ങൾ പ്രിപ്പയർഡ് ആയിട്ടിരിക്കും. ഇപ്പൊ എല്ലാവരുടെ കയ്യിൽ ഇപ്പൊ ചിലപ്പം ഇന്ന് ആണ് ഞാൻ അറിയുന്നത്, മറ്റന്നാൾ എനിക്ക് മംഗലാപുരത്ത് വെച്ച് പരീക്ഷ ഉണ്ടെന്ന്. ചിലപ്പോൾ എനിക്ക് ട്രെയിൻ ടിക്കറ്റ് കിട്ടിയെന്ന് വരില്ല, ചിലപ്പോൾ ഞാൻ ബസ്സിന് പോകേണ്ടി വരും. അപ്പൊ എൻ്റെ കയ്യിൽ കുറച്ചും കൂടെ എക്സ്പെൻസ് ആകും. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കൊരു സ്ഥലത്ത് ചിലപ്പോൾ ഞാൻ ട്രാവൽ ചെയ്ത് പോയി പരീക്ഷ എഴുതേണ്ടി വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ ടിക്കറ്റ് ഒക്കെ എടുക്കാൻ വേണ്ടി ഒരു സർട്ടൻ എമൗണ്ട് ഓഫ് മണി ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്ത് ഞാൻ ചിലപ്പോൾ താമസിക്കേണ്ടി വരും. അങ്ങനത്തെ കാര്യങ്ങൾക്ക് നിങ്ങളൊന്ന് പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. നിങ്ങൾ ഇമോഷണലി വീക്ക് ആവാതിരിക്കുക. ഞാൻ ഒരു വർഷം പഠിച്ച പരീക്ഷയാണ്, അത് എവിടെയാണെങ്കിലും ഞാൻ പോയി എഴുതും എന്നുള്ളൊരു ഡിറ്റർമിനേഷൻ നിങ്ങൾക്ക് തന്നെ ഉണ്ടായിരിക്കണം. നിങ്ങൾ ഒരിക്കലും ഇമോഷണലി വീക്കായി പോവരുത്. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നുണ്ട്, ഇനി ഞങ്ങൾ മോക്ക് എടുക്കണോ, ഇനി ഞങ്ങൾ മോക്ക് എടുത്തിട്ട് കാര്യമുണ്ടോ എന്നുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾ ഇനിയും മോക്ക് എടുക്കണം. മോക്ക് എടുക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് പുതിയ ഇന്റർഫേസിലുള്ള മോക്ക് എടുക്കുക. ഒരുപാട് ആപ്ലിക്കേഷൻസ് ഓൾറെഡി തന്നെ മോക്കുകൾ പുതിയ ഇന്റർഫേസിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ പുതിയ ഇന്റർഫേസിൽ, അതായത് ഇപ്പുറത്തെ സൈഡിൽ ക്വസ്റ്റ്യൻ പാലറ്റ് വരുന്ന പുതിയ ഇന്റർഫേസിൽ വെച്ചിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രീവിയസ് ഇയർ മോക്സ് ചെയ്ത് പഠിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതുകൊണ്ടുള്ള ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം, നമുക്ക് വേറെ ഒന്നും റെഫർ ചെയ്യാനില്ല, പ്രീവിയസ് ഇയർ മോക്സ് മാത്രമേ നമ്മുടെ ഫ്രണ്ടിലുള്ളൂ. രണ്ടാമത്തെ കാര്യം, പരീക്ഷയുടെ സിലബസ് മാറിയിട്ടില്ല, എക്സാം പാറ്റേണും മാറിയിട്ടില്ല. സിലബസും എക്സാം പാറ്റേണും സെയിം ആണ്. അപ്പോൾ 25 ക്വസ്റ്റ്യൻ ഇവർ എത്ര മാറ്റം വരുത്തിയാലും ഒരു 10-15 ക്വസ്റ്റ്യൻ എങ്കിലും പഴയ രീതിയിൽ തന്നെ ചോദിക്കാനാണ് സാധ്യത കൂടുതൽ. അഥവാ പോട്ടെ 5 ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നതെങ്കിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്ത് പഠിച്ച ഒരു കുട്ടി ചെയ്യുന്ന എല്ലാ ക്വസ്റ്റ്യനും നമ്മളെ കൊണ്ടും ചെയ്യാൻ പറ്റിയാൽ മാത്രമേ നമ്മൾ ഈ കോമ്പറ്റീഷനിലേക്കെങ്കിലും വരും. ഒരു പുതിയ ക്വസ്റ്റ്യൻ വന്നു, ഒരു പുതിയ കോൺസെപ്റ്റ് ചോദിച്ചു, ഒരുപാട് കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചു. ഇങ്ങനെ എന്ത് സിറ്റുവേഷൻ വന്നാലും അത് നിങ്ങളുടെ മാത്രം പ്രശ്നമല്ല, അത് പരീക്ഷ എഴുതുന്ന എല്ലാവരും
ഒരുപോലെ ഫേസ് ചെയ്യാൻ പോകുന്ന പ്രശ്നമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് എക്സാം എഴുതുമ്പോൾ ഒരു സമാധാനം ഉണ്ടാവും. നമ്മുടെ പ്രസൻസ് ഓഫ് മൈൻഡ് പോവാതിരിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് നമുക്ക് ആകെ കുറച്ച് സമയമുള്ളൂ. നമ്മൾ ഒന്ന് നെർവസ് ആയി ഒരു 5 മിനിറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് പോയാലും പരീക്ഷ മൊത്തം നമ്മുടെ കയ്യിൽ നിന്ന് പോകും. പിന്നെ നമ്മൾ ഒരു വർഷം വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കുക. നിങ്ങൾ ഇപ്പൊ നമ്മൾ പറഞ്ഞ ഇഷ്യൂസിൽ എന്ത് സംഭവിച്ചാലും ഓക്കെ, ഇത് സംഭവിക്കാൻ സാധ്യതയുണ്ട് അല്ലേ, നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ സമാധാനം, അഥവാ സംഭവിച്ചാലും നമുക്ക് ടെക്നിക്കൽ ഇഷ്യൂ ആണ്, ഓക്കെ, നമുക്ക് ചിലപ്പോൾ എക്സാം റീസ്കെഡ്യൂൾ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 2 മിനിറ്റ് കമ്പ്യൂട്ടർ സ്റ്റക്ക് ആവും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കുക. അതിനുശേഷം നിങ്ങൾ പാനിക് ആവാതെ വീണ്ടും പഴയ ഒരു പീസ് ഓഫ് മൈൻഡോട് കൂടി നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ വേണ്ടി നിങ്ങൾ ഇമോഷണലി പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കുക. പ്രീവിയസ് ഇയർ മോക്ക് നിർബന്ധമായിട്ടും എടുക്കുക. നിങ്ങളുടെ ആ ഒരു കോൺസെപ്റ്റുകൾ നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് പഠിക്കുക. പ്രീവിയസ് ഇയർ മോക്ക് മാത്രം ചെയ്താൽ പോരാ, നിങ്ങൾ എന്ത് ചെയ്യണം, കോൺസെപ്റ്റ് ലെവലിൽ നല്ലോണം എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കണം. നല്ലോണം എന്ത് കാര്യവും പ്രിപ്പയർ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ പഠിക്കാം. പിന്നെ GK കറണ്ട് അഫയേഴ്സ് MTS CHSL ഒക്കെ കുറച്ചും കൂടെ ഈസി ആയിരുന്നു. CGL വരുമ്പോഴാണ് കുറച്ചും കൂടെ ബുദ്ധിമുട്ട്, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിച്ചത്. അപ്പൊ നിങ്ങൾക്ക് ഇനി ഉള്ള സമയം എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവുമല്ലോ GK. അപ്പോൾ ആ ഏരിയാസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് അവിടെ നിന്ന് പ്രീവിയസ് ഇയറിൽ ചോദിച്ച സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കിയിട്ട് എടുത്ത് പഠിക്കാം. UPSCയുടെ അല്ലെങ്കിൽ എഡിപ്പറ്റ് ആണ് മഹാരാഷ്ട്ര, മധ്യപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളുടെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ മുന്നേ ഇട്ടിട്ടുള്ളത് നമ്മുടെ സ്റ്റേറ്റ് ലെവൽ PSC എക്സാംസിനൊക്കെ. അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പുതിയതായിട്ടൊന്നും പഠിക്കാൻ ഇനിയുള്ള സമയം ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിൽ കാണില്ല. നിങ്ങൾ പഠിക്കുന്ന ടോപ്പിക്കുകളിൽ നിന്നും അത്തരം ക്വസ്റ്റ്യൻസ് നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. അത്തരം ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് വായിച്ചു പോവുക. നിങ്ങളുടെ റിവിഷൻ അത്തരം ക്വസ്റ്റ്യൻസിലൂടെ ആക്കി കഴിഞ്ഞാൽ അത്തരം ക്വസ്റ്റ്യൻസ് ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കും. അതും നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റുന്ന വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അപ്പോൾ ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ട്രാവൽ ചെയ്യാൻ മെന്റലി പ്രിപ്പയർഡ് ആവുന്നു. രണ്ടാമത്തെ കാര്യം, അതിന് വേണ്ട ഫൈനാൻസസ് ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടുവെക്കുക. ചിലപ്പോൾ ഞാൻ ട്രാവൽ ചെയ്യേണ്ടി വരും എന്നുള്ളത് നിങ്ങൾ മനസ്സിൽ കണ്ടുവെക്കുക. ഇപ്പൊ നിങ്ങളുടെ കൂടെ ആർക്കെങ്കിലും വരണമെങ്കിൽ പാരന്റ്സിനോട് അത് പറയുക, ചിലപ്പോൾ നിങ്ങൾ വരേണ്ടി വരും. അതല്ല, നമ്മൾ ഒറ്റയ്ക്ക് പോയി എക്സാം എഴുതാൻ, എല്ലാവരും അഡൾട്ട്സ് ആണല്ലേ പരീക്ഷ എഴുതുമ്പോൾ, നമ്മൾ ഒറ്റയ്ക്ക് പോയി എക്സാം എഴുതാൻ റെഡി ആണെങ്കിൽ അത് നിങ്ങൾ നിങ്ങളുടെ പാരന്റ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ചിലപ്പോൾ ബസ്സിലൊക്കെ ട്രാവൽ ചെയ്യേണ്ടി വരും എന്നുള്ള കാര്യം കൂടെ നിങ്ങളൊന്ന് മനസ്സിൽ കരുതി വെക്കുക. എക്സാം സെന്റർ ദൂരെ ആണെങ്കിൽ പരമാവധി ഒരു ദിവസം മുന്നേ എങ്കിലും അവിടെ എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മൾ ട്രാവൽ ചെയ്ത് പോകുമ്പോൾ പലപ്പോഴും നമുക്ക് പ്രോപ്പറായിട്ട് ഉറങ്ങാൻ പറ്റില്ല. നമ്മൾ ഫിസിക്കലി മെന്റലി ഒക്കെ ടയേർഡ് ആയിരിക്കും, ഉറക്കക്ഷീണം കാണും. അതൊക്കെ നിങ്ങളുടെ പരീക്ഷയെ അഫക്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പം പറ്റുമെങ്കിൽ മാക്സിമം ഒരു ദിവസം മുന്നേ പോയി കിടന്നുറങ്ങി ഫ്രഷ് ആയിട്ട് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ രാവിലെ ആ സെന്ററിലേക്ക് ട്രാവൽ ചെയ്ത് എത്തുമ്പോൾ അഥവാ നിങ്ങൾക്കൊരു ട്രാഫിക് ബ്ലോക്ക് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാലൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ആ പരീക്ഷ എഴുതാൻ പറ്റാതെ തന്നെ പോകാനുള്ള സാധ്യത ഉണ്ടാവും എന്ന് മനസ്സിൽ കണ്ടിട്ട് ഉറപ്പായിട്ട് നാളെയാണ് പരീക്ഷയെങ്കിൽ, നാളെ ഏത് ഷിഫ്റ്റ് ആണെങ്കിലും ഇന്ന് രാത്രിയെങ്കിലും അവിടെ എത്തി അവിടെ എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങി ഒരു റൂം എടുത്ത് ഉറങ്ങി പിറ്റേ ദിവസം പരീക്ഷ എഴുതാൻ പറ്റുന്ന സിറ്റുവേഷൻ ഉള്ളവരാണെങ്കിൽ മാക്സിമം അത് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക. അതായിരിക്കും നിങ്ങൾക്ക് എപ്പോഴും ഫിസിക്കലിയും ഇമോഷണലിയും ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ല കാര്യം. പിന്നെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, പ്രീവിയസ് ഇയർ മോക്സ് നല്ലോണം ചെയ്ത് നോക്കണം. അതും പുതിയ ഇന്റർഫേസിൽ ഇട്ട് തന്നെ നിങ്ങൾ ചെയ്ത് നോക്കണം. കൂടാതെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ GK ഒക്കെ പഠിക്കുമ്പോൾ ഇതേ ഏരിയയിൽ നിന്നും മുന്നേ ചോദിച്ചിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് പഠിച്ചു കഴിഞ്ഞിട്ട് ജസ്റ്റ് ആ ക്വസ്റ്റ്യൻസ് പറ്റുന്ന ടോപ്പിക്കുകൾക്കൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. അത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. പിന്നെ റീസണിങ്ങിലേക്ക് വരുമ്പം കുറച്ചും കൂടെ ഡിഫിക്കൽട്ട് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ്, മുന്നേ ചോദിച്ചിരുന്നതിനേക്കാൾ ഡിഫിക്കൽട്ട് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ഡിഗ്രി ലെവൽ എക്സാമിന് ചോദിച്ചതായിട്ട് കണ്ടു. അപ്പൊ നിങ്ങൾക്ക് അതെന്ത് ചെയ്യാം, ഇപ്പൊ ഈ പരീക്ഷ കഴിഞ്ഞ ഉടനെ തന്നെ, ഇപ്പം സെലക്ഷൻ പോസ്റ്റ് കഴിഞ്ഞ ഉടനെ തന്നെ ഇതിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം തന്നെ നമുക്ക് മോക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസിലൊക്കെ അവൈലബിൾ ആവും. അപ്പൊ അത്തരം മോക്കുകൾ എടുത്തിട്ട് നിങ്ങൾക്ക് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെന്നൊന്ന് ചെയ്ത് നോക്കി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ സെലക്ഷൻ പോസ്റ്റിന് എല്ലാ ഫേസുകളിലും ചോദിച്ച ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചതിന് ശേഷം അല്ലെങ്കിൽ ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ അടുത്ത CGL-ഓ CHSL-ഓ അറ്റംപ്റ്റ് ചെയ്യൂ എന്നുള്ള കാര്യം കൂടെ നിങ്ങളൊന്ന് മനസ്സിൽ ഉറപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ പ്രിപ്പറേഷൻ ഗ്രൗണ്ടഡ് ആയിട്ട് വെക്കുക. മാക്സിമം കോൺസെപ്റ്റുകൾ കവർ ചെയ്യുക, മനസ്സിലാക്കി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുന്ന മാത്രമല്ലാതെ ഓരോ കോൺസെപ്റ്റുകളും മനസ്സിലാക്കി പഠിക്കുക.
പുതിയ ഏരിയകളിൽ നിന്നും ചോദ്യം വരാനുള്ള സാധ്യതകൾ ഉണ്ടാവുമെന്ന് നിങ്ങളൊന്ന് എക്സ്പെക്ട് ചെയ്തിരിക്കുക. കറണ്ട് അഫയേഴ്സ് കൂടുതലും 2023-24 ചോദിച്ചതെന്ന് പറഞ്ഞ് കണ്ടായിരുന്നു. അപ്പോൾ ഈ വർഷങ്ങളിലെ കറണ്ട് അഫയേഴ്സ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ നോക്കി വെക്കാൻ വേണ്ടി ശ്രമിക്കുക. എക്സാം ഈസി ആയിരിക്കും. എന്ത് പ്രശ്നം വന്നാലും നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഈ പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള പ്രശ്നമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ പരീക്ഷയുടെ കാര്യത്തിൽ വെണ്ടറിന്റെ കാര്യത്തിലൊക്കെ തീരുമാനങ്ങൾ എടുക്കേണ്ടത് നമ്മൾ ആരുമല്ല, SSC ആണ്. അപ്പം നമ്മുടെ ഇഷ്യൂസ് മാക്സിമം SSCയെ അറിയിക്കുന്നുണ്ടെന്നും കൂടെ നിങ്ങൾ ഉറപ്പുവരുത്തുക. സോ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച്. ഹാപ്പി ലേണിംഗ്. ബൈ.